ഗായ്സ്, അങ്ങനെ മഴയൊക്കെ മാറിയിട്ട് കുറച്ച് നല്ലൊരു കാലാവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. അങ്ങനെ എല്ലാവരും ക്ലീനിങ് പരിപാടിയിലാണ്. ഞാൻ വേഗം അലക്കാനൊക്കെ പോയി 2 ബക്കറ്റ് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസം അലക്കാണ്ട് നിന്നതിൻ്റെയാണിത്. പക്ഷെ ഇതെവിടെ ഇടുന്നുള്ളതിന് ഒരു എത്തുമ്പടിയില്ല. കാരണം എവിടെയും ഇടാൻ പറ്റൂല, മഴയല്ലേ, അയക്കൊന്നുമില്ല. പിന്നെ കാണുന്ന എല്ലാ വീട്ടിലും കാണുന്ന സ്ഥിരം പരിപാടി തന്നെയാണ്. ജനലിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തുണി വിരിച്ചിടുക. ഇച്ചുവാണെങ്കിൽ അത് നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് ഒരു റസ്ക് എടുത്ത് തന്നു. ഞാൻ തലയിൽ വെളിച്ചെണ്ണൊക്കെ തേച്ചിട്ട് 1 മണിക്കൂറായി കാത്ത് നിൽക്കുന്നു. കണ്ട 12:10 കുളിക്കാൻ പോയ ഒരാൾ, ഈ ഒരാൾ, ഇവൾ 1 മണിക്കൂറാണ് എടുത്തത് കുളിക്കാൻ വേണ്ടി. ഇവൾ കുളിക്കുന്ന സമയത്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ കുളിക്കത്തുള്ളൂ. വലിയൊരു പണിയെടുക്കുന്ന ഒരാൾ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? പീടികയിൽ പോവാണ്. അപ്പോൾ ഇത് കുളിച്ച് തലയൊക്കെ തൊട്ടി എൻ്റെ മുടിയൊക്കെ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചന്തമൊന്നൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇച്ചുവിന് ഇങ്ങനെയെല്ലാം ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മളിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും കൂടി മാറ്റി റെഡിയായി നമ്മളെല്ലാവരും കൂടി പീടികയിലേക്ക് പോവാണ്. അപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കൊട്ട സാധനം വാങ്ങിക്കാനുണ്ടെന്ന്. ഒന്നുമില്ല, കുറച്ച് സാധനം മേടിക്കാനുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഒരു നടത്താവുമല്ലോ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി. ഇച്ചുവിന് പിന്നെ പേടി എത്തുമ്പം ഓരോന്ന് നോക്കി ഇതെന്താ അവന് ഓരോ സംശയങ്ങളാണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ അന്ന് ചോദിച്ചറിയും. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഐസ് തിന്നാനും മറന്നിട്ടില്ല. ഐസ് തിന്നുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് നമ്മൾ സാധനമൊക്കെ മേടിക്കുന്ന ഇങ്ങനെ നോക്കി. നമ്മുടെ എണ്ണക്കടികൾ ചില്ലുംകൂട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. പ്ലേറ്റിലൊക്കെ നിരയായിട്ട് നിൽക്കുന്നു. കാണുമ്പോഴാണെങ്കിൽ വായിൽ വെള്ളം ഊർന്നു. അപ്പോഴേക്കും നല്ലൊരു മഴ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പീടികയിൽ തന്നെ നമ്മൾ കുടുങ്ങിപ്പോയി. അവിടെ തന്നെ ഇരുന്നു. കുട എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മഴയത്ത് നടന്നു കഴിഞ്ഞാൽ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ എന്തായാലും നന്നായിട്ട് നനയും. അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ മഴ കുറഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പം അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനെ സോനുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അവർ പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, പാൽ പായസം. അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഹാപ്പി ബർത്ത്ഡേ സോനു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും ഇച്ചു അമ്മയെല്ലാം കൂടി ചക്ക വൃത്തിയാക്കുന്നുണ്ട്. തറവാട്ടിൽ പോയപ്പോൾ ചക്ക കൊണ്ടുവന്നേ കേട്ടോ. ഇച്ചുവിന് ഇങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഇനി ഈ ചക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊക്കെ ഒന്ന് ആക്കിയിട്ട് തിന്ന്. അമ്മ എപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട് രാത്രിയായപ്പം. ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് തിന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങുക. ഓക്കെ, ബൈ.